Dear students, and next we are going to learn about Miss F.R. Leavis. F.R. Leavis, one of the great critics in English literature. Okay, listen. He was born in 1895 and died in 1978. F.R. Frank Raymond Leavis is often described as one of the most influential figures in history of 20th century literary criticism. They consider ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ട്വൻറ്റി സെഞ്ചുറിയിലെ ലിറ്റററി ക്രിറ്റിസത്തിലെ ഒരു ഏറ്റവും സ്വാധീനം ചെലുത്തിയൊരു ഫിഗറായിട്ട് പെർട്ടിക്കുലർലി ഇൻ ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റ് എസ്പെഷ്യലി ഇൻ ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റ് he studied at Cambridge University and started his career as a teacher at the same university. അദ്ദേഹത്തിൻ്റെ education was in Cambridge University, started as his career as a lecturer in same university, Cambridge University. Later he taught in Downing College for 30 years. ശേഷം 30 വർഷത്തോളം ഡോണിംഗ് കോളേജിൽ അദ്ദേഹം പഠിപ്പിച്ചു. It is generally identified four stages in the critical of Leavis. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ആ ഒരു വർക്ക്സുകൾ ഓവ്യ മീൻസ് എന്താണ് വർക്ക്, അതായത് ഒരു പിന്നെ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ സൃഷ്ടികൾക്ക് പറയുന്നതാണിത് ഓവേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനറലി ഐഡൻറ്റിഫൈഡ് ഫോർ സ്റ്റേജസ് അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ കാലഘട്ടത്തിൽ കാണാൻ പറ്റും, കാര്യങ്ങളിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഹി വാസ് മോർ കൺസേൺഡ് വിത്ത് പോയട്രി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളിൽ അദ്ദേഹം കൂടുതൽ കൺസേൺ കൊടുത്തത് പോയട്രിക്കായിരുന്നു. ഇറ്റ് വാസ് മാർക്ക്ഡ് ബൈ ഹിസ് ബുക്ക് ന്യൂ ബിയറിങ്സ് ഇൻ പോയട്രി. അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബൈ ഹിസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ന്യൂ ബിയറിങ്സ് ഇൻ പോയട്രി എന്ന് പറഞ്ഞ ആ ബുക്കിലൂടെ. ഇൻ ദി സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഹി മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഫിക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം പോയട്രിയിൽ ഫോക്കസ് ചെയ്തെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഹി ഫോക്കസ്ഡ് ഓൺ ഫിക്ഷൻ മോർ. ഇൻ ദ തേർഡ് സ്റ്റേജ് ഹിസ് മെയിൻ കൺസേൺ വർ ഓൺ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇഷ്യൂസ്. മൂന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ മോർ കൺസിഡറേഷൻ ഗേവ് ടു സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇഷ്യൂസ്. അതായത് സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിൽ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു എന്നർത്ഥം. ഇൻ ദ ഫൈനൽ സ്റ്റേജ് ഹി പബ്ലിഷ്ഡ് ബുക്സ് ലൈക്ക് ദ ലിവിങ് പ്രിൻസിപ്പിൾ, ഇംഗ്ലീഷ് ആസ് എ ഡിസിപ്ലിൻ ഓഫ് തോട്ട്, വേർഡ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ആർട്ട് ആൻഡ് തോട്ട് ഇൻ ലോറൻസ്, വിച്ച് ആർ മോർ ഫിലോസഫിക്കൽ ഇൻ കണ്ടൻറ്റ്. അദ്ദേഹം നാലാമത്തെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ കൂടുതൽ ഫിലോസഫിക്കലായിട്ടുള്ള ചില കൃതികളാണ് എന്ത് ചെയ്തത് പിന്നെ അദ്ദേഹം രചിച്ചത്. അതൊക്കെ ആ കൃതികളാണ് പറഞ്ഞത് ലിവിങ് പ്രിൻസിപ്പിൾ തുടങ്ങിയിട്ടുള്ള അവസാനം വരെയുള്ള. കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ക്രിറ്റിസിസം. F.R. Leavisൻ്റെ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ക്രിറ്റിസിസമാണ് ചർച്ച ചെയ്യുന്നത്. F.R. Leavis belongs to the great tradition of English literary criticism. അദ്ദേഹം ആ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസത്തിൻ്റെ ഏറ്റവും നല്ല പാരമ്പര്യത്തിൽ അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് ഫ്രം ഡ്രൈഡൻ. അത് ഏത് കാലം മുതൽ? ഡ്രൈഡൻ, പോപ്പ്, കോളറിഡ്ജ്, മാത്യു ആർണോൾഡ് തുടങ്ങിയ അവർ തുടങ്ങുന്ന ആ ഒരു പിന്നെ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ആരും? F.R. Leavisum. He is always laying stress on the moral value of a work of literature. അദ്ദേഹം ഗെയിം മോർ സ്ട്രെസ് ഓൺ മോറൽ വാല്യൂ ഓഫ് എ വർക്ക്. ഒരു വർക്കിൻ്റെ മോറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ളതിൻ്റെ മൂല്യത്തിലാണ് അദ്ദേഹം ചെയ്തത് കൂടുതൽ സ്ട്രെസ് കൊടുത്തത്, ഫോക്കസ് ചെയ്തത് എന്നർത്ഥം. ഹി ബിലീവ്സ് ദാറ്റ് ലിറ്ററേച്ചർ ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫാണ്. അദ്ദേഹം പറഞ്ഞത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ഹിസ്റ്റോറിക്കൽ ഓർ മോറൽ. അതായത് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായോ ധാർമ്മികപരമായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്തം ഈ സാഹിത്യത്തിന് സമൂഹത്തോടുണ്ട് എന്നുള്ളതാണ്. അത് കാരണം എന്തുകൊണ്ട്? ബിക്കോസ് ലിറ്ററേച്ചർ ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫാണ് എന്നുള്ളത് കൊണ്ട്. ഹി പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് എനാക്ട്മെൻറ്റ് എന്നുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? വിച്ച് ഈസ് വൺ ഓഫ് ദ കീ കൺസെപ്റ്റ്സ് ഓഫ് ഹിസ് അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ കൺസെപ്റ്റുകളിലൊന്നായ എനാക്ട്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് അതിന്? എനാക്ട്മെൻറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദിസ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആക്ട്സ് ഓർ ഡെമോൺസ്ട്രേറ്റ്സ് എ മോറൽ സെൻറ്റിമെൻറ്റ് റാദർ ദാൻ മിയർലി എക്സ്പ്രസിങ് ഇറ്റ് ത്രൂ വേർഡ്സ്. ഒരു കൃതി, ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ
ഏതെങ്കിലും ഒരു കൃതി, ഒരു സാഹിത്യകൃതി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് എ മോറൽ സെൻറ്റിമെൻറ്റ്, ഒരു ധാർമ്മികമായ സെൻറ്റിമെൻ്റാണ് എന്ത് ചെയ്യുന്നത് അത് കാണിക്കുന്നത്. എന്തിനേക്കാൾ rather than merely expressing it through വെറും വാക്കുകളിലൂടെ ചില എക്സ്പ്രഷൻ നടത്തുന്നതിനേക്കാൾ മോറൽ സെൻറ്റിമെൻറ്റുകളെ അവതരിപ്പിക്കുകയാണ് സാഹിത്യകൃതികൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അതിന് പറയുന്നതാണ് ഇനാക്ച്മെൻ്റ് എന്ന് അദ്ദേഹം ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത്. സ്പെസിഫിക്കലി ദർ ഈസ് എ കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. ആ വർക്ക് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, വെരി റിജിഡായിട്ടുള്ള ഒരു ഉറച്ച, നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റിയുടെ പ്രതിനിധീകരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹി വാസ് എഗെയിൻസ്റ്റ് ദ വിക്ടോറിയൻ പ്രാക്ടീസ് ഓഫ് സെപ്പറേറ്റിംഗ് തോട്ട് ആൻഡ് ഫീലിങ്സ്. അദ്ദേഹം തോട്ട് ആൻഡ് ഫീലിങ്സ്, ചിന്തകളെയും അതേപോലെ ഫീലിങ്ങുകളെയും എന്ത് ചെയ്യുന്നു, വേർതിരിക്കുന്ന വിക്ടോറിയൻ പ്രാക്ടീസിനെ അദ്ദേഹം എതിർത്തു. ഹീസ് കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ വാസ് ലാർജ്ലി ഡിറ്റർമൈൻഡ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്നുള്ള കൺസെപ്റ്റ് പ്രത്യേകിച്ച് അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ബൈ ഹിസ് അപ്രീസിയേഷൻ ഓഫ് കൾച്ചർ. സംസ്കാരത്തെയും സാഹിത്യത്തെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊള്ളുന്ന, പ്രത്യേകിച്ചും 17th and 18th സെഞ്ച്വറികളിലുണ്ടായിരുന്ന സംസ്കാരത്തെയും സാഹിത്യത്തെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാര്യമായിട്ട് ലിറ്ററേച്ചറിനെ എന്നുള്ള കൺസെപ്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നത്. ഓൾവേസ് എക്സ്പ്രസിങ് ഹിസ് ഒപ്പീനിയൻ വിത്ത് സിവിയറിറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ലീവിസ് ബിലീവ്സ് ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ക്രിറ്റിസിസം ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് എ ലിറ്റററി ക്രിട്ടിക് therefore must has his works according to the others and the social moral position. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ലോസ് ആവണം എന്തിനോട്, ക്രിറ്റിസത്തോട്, ക്രിറ്റിസം ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ ആ ഒരു ക്രിറ്റിസത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാവണം ഒരു കൃതി എന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത് ഷുഡ് ബി ക്ലോസ്ലി റിലേറ്റഡ്. ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി റിലേറ്റഡ്, അത് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാവണം എന്തിനോട്, ടു ക്രിറ്റിസം ഓഫ് ലൈഫ്, ജീവിതത്തെ എന്നാണ് ഒരു സാഹിത്യകൃതി ജീവിതത്തെ കൃത്യമായി വിലയിരുത്തി തരുന്നതാവണം എന്നർത്ഥം. ഒരു ജീവിതത്തെ ചിത്രീകരിച്ച് തരുന്ന ഒന്നാവണം ഒരു കൃതി എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് that a literary critic therefore must assess works according to others and society's moral position. അതുകൊണ്ട് തന്നെ ഒരു ലിറ്റററി ക്രിട്ടിക്ക് മസ്റ്റ് അസസ് വർക്ക്സ്, അദ്ദേഹം വർക്കുകൾ അസസ് ചെയ്യേണ്ടത്, അതിനെ വിലയിരുത്തേണ്ടത് അക്കോർഡിംഗ് ടു ദ ഓതേഴ്സ് ആൻഡ് സൊസൈറ്റീസ് മോറൽ പൊസിഷൻ. ആ ഓതറും ആ സൊസൈറ്റി നിലനിന്നിരുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാവണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എഴുതിയ എഴുത്തുകാരൻ്റെ സാമൂഹിക ചുറ്റുപാടുകളും ആ സമൂഹം, അത് എഴുതപ്പെട്ട ആ ഒരു കൃതിയുടെ സാഹചര്യം, അതും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ടാവണം ഒരു ക്രിട്ടിക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു വർക്കിനെ വിലയിരുത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇൻ ദി ഗ്രേറ്റ് ട്രഡീഷൻ ഹീ റീഅസസ്ഡ് ഇംഗ്ലീഷ് ഫിക്ഷൻ. അദ്ദേഹത്തിൻ്റെ വലിയൊരു കൃതിയാണ് ഗ്രേറ്റ് ട്രഡീഷൻ എന്നുള്ള ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്നുള്ള കൃതിയിൽ 1948 രചിച്ച. ഹി ഹാസ് റീഅസസ്ഡ് ഇംഗ്ലീഷ് ഫിക്ഷൻ. അദ്ദേഹം ഇംഗ്ലീഷ് ഫിക്ഷനെ, നോവലുകളെ അദ്ദേഹം ചെയ്യുന്നു, റീഅസസ്മെൻറ്റ് നടത്താണ്. പ്രൊക്ലൈമിങ് ജെയിൻ ഓസ്റ്റൻ, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ് ആൻഡ് ജോസഫ് കോൺറാഡ് ആസ് ദി ഗ്രേറ്റ് നോവലിസ്റ്റ്സ് ഓഫ് ദ പാസ്റ്റ്. അദ്ദേഹം അവരെ എന്തായി കണ്ടു, ഏറ്റവും ഗ്രേറ്റ് നോവലിസ്റ്റുകളായി കണ്ടു. ആരൊക്കെ? ജെയിൻ ഓസ്റ്റനെയും ജോർജ് എലിയറ്റിനെയും ഹെൻറി ജെയിംസ് ആൻഡ് ജോസഫ് കോൺറാഡ്. ആൻഡ് D.H. ലോറൻസ് ആസ് ദെയർ ഓൺലി സക്സസ്. D.H. ലോറൻസിന് അവരുടെ ഒരു പിൻഗാമി മാത്രമായിട്ട് D.H. ലോറൻസ്, നോവലിസ്റ്റ്, 1955. ഹി സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ദീസ് നോവലിസ്റ്റ്സ് പ്ലേസ്ഡ് ഓൺ എ റെവറൻറ്റ് ഓപ്പൺനെസ് ബിഫോർ ലൈഫ്. ഈ നോവലിസ്റ്റുകൾ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം അവരുടെ ഒരു സ്ട്രെസ് എന്തിൽ, ഓൺ എ റെവറൻറ്റ് ഓപ്പൺനെസ് ബിഫോർ ലൈഫ്, ജീവിതത്തിന് നേരെയുള്ള ഒരു ഓപ്പൺനെസ്, ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള ഓപ്പൺനെസ് ആയിരുന്നു അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ അദ്ദേഹം കാരണമായത്. ഇൻ ദ ഗ്രേറ്റ് ട്രഡീഷൻ, അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ലീവിസ് അറ്റംപ്റ്റഡ് ടു സെറ്റ് ഔട്ട് ഹീസ് കൺസെപ്ഷൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൺസെപ്ഷനെ ഓഫ് പ്രോപ്പർ റിലേഷൻ ബിറ്റ്വീൻ ഫോം ഓർ കമ്പോസിഷൻ ആൻഡ് മോറൽ ഇൻട്രസ്റ്റ് ഓർ ആർട്ട് ആൻഡ് ലൈഫ്. അദ്ദേഹം പിന്നെ ബന്ധം എന്തിൻ്റെയൊക്കെ, ഫോം ആൻഡ് ഓർ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃതിയുടെ രൂപീകരണം, അതിൻ്റെ എഴുത്ത്, ഫോം ഓർ കമ്പോസിഷൻ, ആൻഡ് മോറൽ ഇൻട്രസ്റ്റ് ഓർ ആർട്ട്, അതിൻ്റെ ധാർമ്മികപരമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ആർട്ട്, ആൻഡ് ലൈഫ്, ജീവിതം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൃത്യമായ കൺസെപ്ഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതിയിൽ. ഏതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, ഫോം ഓർ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃതിയുടെ രൂപം, എഴുത്ത്, അതിൻ്റെ ലാംഗ്വേജും മറ്റൊക്കെ ഉപയോഗിക്കുന്നിടത്തുള്ള പ്രയോഗങ്ങൾ,
പിന്നെ മോറൽ ഇൻട്രസ്റ്റ് ഓർ ആർട്ട്, അതിൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ആൻഡ് ലൈഫ്, ജീവിതം, ഇതിനെ അദ്ദേഹം ഒക്കെ ബന്ധപ്പെടുത്തി. ദിസ് പ്രോവ്ഡ് ടു ബി കണ്ടൻഷ്യസ് ഇഷ്യൂ ഇൻ ദ ക്രിട്ടിക്കൽ വേൾഡ്. ഇത് അദ്ദേഹത്തെ കൂടുതൽ മറ്റുള്ള ക്രിട്ടിക്കുകളായിട്ട് താർക്കികമായിട്ട് ഇടപെടുന്നതിന് കാരണമാക്കി എന്നർത്ഥം. ആസ് ലീവിസ് റിഫ്യൂസ് ടു, കാരണം മറ്റു ക്രിട്ടിക്കുകൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നതിന് കാരണമായി എന്ന്. ലീവിസ് റിഫ്യൂസ് ടു സെപ്പറേറ്റ് ആർട്ട് ഫ്രം ലൈഫ്. ലീവിസ് ലൈഫിൽ നിന്ന് ആർട്ടിനെ ഒരിക്കലും വേർതിരിക്കാൻ ശ്രമിച്ചില്ല എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞത് ലൈഫ് തന്നെയാണ് എന്ത് ആർട്ട് എന്ന്. ഓർ ദ എസ്തെറ്റിക് ഓർ ഫോമൽ ഫോം ഓഫ് മോറൽ, അല്ലെങ്കിൽ എസ്തെറ്റിക് എന്ന് പറയുന്നത് ഒരു കൃതിക്കുണ്ടാവുന്ന ആലങ്കാരികമായിട്ടുള്ള അതിൻ്റെ ഭംഗി, അതിനെ ഫോമൽ ഫോം ഓഫ് മോറൽ ഫ്രം ദി മോറൽ, അതായത് മോറൽ എന്ന് പറയുമ്പോൾ ഒരു കൃതിക്ക് കിട്ടുന്ന ധാർമ്മികത ഉണ്ടല്ലോ, അതിൽ നിന്ന് വേർതിരിക്കാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചില്ല. അതൊന്നു തന്നെയാണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു എന്നർത്ഥം. ഒരു കൃതിക്കുള്ള സൗന്ദര്യം, അതിൻ്റെ അതിൽ നൽകുന്ന സന്ദേശമൊക്കെ സെയിമാണ്. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ഗ്രേറ്റ് നോവലിസ്റ്റ് ഇസ് പ്രിയോക്യുപ്പേഷൻ വിത്ത് ഫോം. അദ്ദേഹം ഉറച്ചുനിന്നൊരു കാര്യം, വലിയൊരു നോവലിസ്റ്റുകളുടെ പ്രിയോക്യുപ്പേഷൻ വിത്ത് ഫോം, അത് കൂടുതൽ ഫോമിൽ കൂടുതൽ അവരെന്ത് ചെയ്യുക എന്ന് എഴുതുന്ന രൂപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഒരു കവിത എഴുതുമ്പോൾ ആ കവിതയുടെ രൂപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക വാസ് എ മാറ്റർ ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എ റിച്ച് മോറൽ ഇൻട്രസ്റ്റ്. അതൊരു ഉത്തരവാദിത്തമാണ് ഇതിനോടുള്ള റിച്ച് മോറൽ ഇൻട്രസ്റ്റ്, ഒരു സമൃദ്ധമായ മോറൽ ഇൻട്രസ്റ്റിനോട്. ആൻഡ് ദാറ്റ് വർക്ക്സ് ഓഫ് ആർട്ട് വിച്ച് എ ലിമിറ്റഡ് ഫോമൽ കൺസേൺ വുഡ് ഓൾവേസ് ബി ഓഫ് ലെസർ ക്വാളിറ്റി. അത്തരത്തിൽ ദ വർക്ക്സ് ഓഫ് ആർട്ട്, ഒരു കൃതി വിത്ത് എ ലിമിറ്റഡ് ഫോമൽ കൺസേൺ, അതിനെന്തില്ല ഫോമൽ കൺസേണുകളൊന്നും കൂടാതെ ഉള്ളൊരു, അതിനങ്ങനെ ഫോമലായിട്ടുള്ള കൺസേണുകളൊന്നും കൊടുക്കാതിരിക്കുന്ന ഒരു കൃതി വുഡ് ഓൾവേസ് ബി ഓഫ് ലെസർ ക്വാളിറ്റി. അതിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു കൃതിയെ സംബന്ധിച്ച് അതിൽ ഫോമൽ കൺസേണും വേണം, അതുപോലെ തന്നെ അതിനുള്ള എസ്തെറ്റിക് കാര്യങ്ങളും പിന്നെ മോറലായിട്ടുള്ള ഇൻട്രസ്റ്റുകളും വേണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്വാദനം എന്നുള്ളത് ആ കൃതിയിൽ ഉണ്ടാവണം. ഒപ്പം അത് പിന്നെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ജീവിതത്തിനുമായി ബന്ധപ്പെട്ട ഒരു ക്രിട്ടിസം അത് നടത്തുകയും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റ് ബ്രിട്ടീഷൻ എന്നുള്ള കൃതിയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫോർമാലിസം ഇൻ ലിറ്റററി ക്രിറ്റിസിസം. Formalism refers to a style of inquiry that focuses almost exclusively on features of the literary text itself. Formalism എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റൈൽ ഓഫ് എൻക്വയറി. ഇറ്റ്സ് എ എൻക്വയറിയുടെ ഒരു സ്റ്റൈൽ ദാറ്റ് ഫോക്കസസ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി, അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഓൺ ഫീച്ചേഴ്സ് ഓഫ് ദ ലിറ്റററി ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. അതായത് ലിറ്റററി ടെക്സ്റ്റുകളുടെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയിട്ട് അത് പ്രത്യേകമായ ഫോക്കസ് കൊടുക്കുന്നത് എവിടെയൊക്കെ ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ബയോഗ്രഫിക്കൽ, ഹിസ്റ്റോറിക്കൽ ഓർ ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റസ്. അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടു ദ എക്സ്ക്ലൂഷൻ, ഒഴിവാക്കുന്നതിലേക്കാണ്, ഓഫ് ബയോഗ്രഫിക്കൽ, ജീവശാസ്ത്രപരമായിട്ടുള്ള, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓർ ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റുകളെ മാക്സിമം ഒഴിവാക്കാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന എ സ്റ്റൈൽ ഓഫ് എൻക്വയറി ആണ് എന്ത് ചെയ്യുന്നത് ഫോർമാലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യകൃതിയെ വിലയിരുത്തൽ എന്നർത്ഥം. കൂടുതൽ എന്തിലേക്ക് നോക്കാതെ, അതായത് എക്സ്ക്ലൂഷൻ ഓഫ് ബയോളജിക്കലും ഹിസ്റ്റോറിക്കലും ഇൻ്റലക്ച്വലുമായ കോണ്ടെക്സ്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു എൻക്വയറി നടത്തുക. അതിനാണ് എന്ത് ചെയ്യുന്നത് ഫോർമാലിസം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ നെയിം ഫോർമാലിസം ഡിറൈവ്സ് ഫ്രം വൺ ഓഫ് ദ സെൻട്രൽ ടെനറ്റ്സ് ഓഫ് ഫോർമാലിസ്റ്റ് തോട്ട്. ഈ ഫോർമാലിസം എന്നുള്ള ഈ നെയിം അത് വന്നത് ഡിറൈവ് ചെയ്തത് എവിടെന്ന് വെച്ചാൽ ഫ്രം വൺ ഓഫ് ദ സെൻട്രൽ ടെനറ്റ്സ് ഓഫ് ഫോർമലിസ്റ്റ് തോട്ട്. അവരുടെ പ്രമാണങ്ങളിൽ, ഫോർമലിസ്റ്റ് ചിന്തകളുടെ പ്രമാണങ്ങളിൽ നിന്നാണ്. എന്താണ് ചിന്ത പ്രമാണം? ദാറ്റ് ദ ഫോം ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഈസ് ഇൻഹെറൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഒരു വർക്കിൻ്റെ ഫോം, ഏകദേശം ഒരു കൃതി, സാഹിത്യകൃതി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഈസ് ഇൻഹെറൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്റ്. അത് സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന് അതിൻ്റെ കണ്ടൻറ്റും എന്നാണ്. ആൻഡ് ദാറ്റ് ദ അറ്റംപ്റ്റ് ടു സെപ്പറേറ്റ് ദ ടു ഈസ് റോങ്. ഒരിക്കലും ആ കണ്ടൻറ്റിനെയും അതിൻ്റെ ഫോമിനെയും വേർതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. അതായത് ഒരു സാഹിത്യകൃതിയുടെ ഫോം, അതിൻ്റെ രൂപരീതികൾ, ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നോവൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫോം ഉണ്ടല്ലോ, നമ്മൾ എഴുതപ്പെട്ട രീതികൾ, അതിൽ ഭാഷാപ്രയോഗങ്ങളും മറ്റൊക്കെ തുടങ്ങിയ ആ ഒരു ഫോമും പിന്നെ അതിൻ്റെ കണ്ടൻറ്റ്, അതിൽ പറയപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്, അതെന്താണ്
ഒന്നാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. ആൻഡ് ദ അറ്റംപ്റ്റ് ടു സെപ്പറേറ്റ് ദ ടു, ഈ ഫോമും കണ്ടൻറ്റും സെപ്പറേറ്റ് ആണെന്ന് പറയുക ഒരിക്കലും ശരിയാവില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. ബൈ ഫോക്കസിങ് ഓൺ ലിറ്റററി ഫോം ആൻഡ് എക്സ്ക്ലൂഡിങ് അൺനെസസറി കോണ്ടെക്സ്റ്റ്, ഈ ലിറ്റററി ഫോമിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആൻഡ് എക്സ്ക്ലൂഡിങ് അൺനെസസറി കോണ്ടെക്സ്റ്റ്, ആ കോണ്ടെക്സ്റ്റുകളെ എന്ന് പറഞ്ഞാൽ ആ സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഫോർമാലിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ്, അവർ വിശ്വസിച്ചെന്താ, ഇറ്റ് വുഡ് ബി പോസിബിൾ ടു ട്രേസ് ദ എവല്യൂഷൻ, അത് സാധ്യമാണെന്ത്, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്റററി ഫോംസ്, സാഹിത്യകൃതികളുടെ പരിണാമങ്ങളും വികാസങ്ങളും സാധ്യമാണെന്ന് എന്ത് ചെയ്തു അവർ പറയാണ്. ആൻഡ് ദസ് ലിറ്ററേച്ചർ ഇറ്റ്സ്, അങ്ങനെ സാഹിത്യം തന്നെ പുതിയ പരിണാമങ്ങൾക്ക് പിന്നെ മാർഗമായേക്കാം എന്നെന്ത് ചെയ്യുന്നു അവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതായത് അവർ വിശ്വസിക്കുന്നതനുസരിച്ച് പിന്നെ എന്ത് സാധിക്കും, ഈ ഒരു ഫോമുകളിലൂടെ മാറ്റത്തിരുത്തലുകളിലൂടെ എന്ത് സാധിക്കും എന്നുള്ളതാണ്, പിന്നെ എവല്യൂഷൻ, സാഹിത്യത്തിൽ തന്നെ അല്ലെങ്കിൽ സാഹിത്യകൃതികളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ദേ ഗേവ് മോർ പ്രൊമിനൻസ് ഫോർ ഫോം എന്നുള്ളതാണ്. ഫോർമാലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവർ കൂടുതൽ പിന്നെ ഇമ്പോർട്ടൻസ് എന്തിന് കൊടുക്കുന്നു, ഫോമുകൾക്ക്, ഒരു സാഹിത്യകൃതിയുടെ രൂപത്തിന് കൊടുക്കുന്നു. രൂപം എന്ന് പറയുമ്പോൾ പോയട്രിക്ക് ഒരു രൂപമുണ്ട്, കഥകൾക്കൊരു രൂപമുണ്ട്, ഓരോന്നിനും ഓരോ പോയട്രിക്ക് ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത് that it would be possible to trace the evolution and development of literary forms and thus literature. അവർ ഇതിനെ ഫോക്കസ് ചെയ്താൽ എന്ത് ചെയ്യുക, ലിറ്റററി ഫോമുകളെ ഫോക്കസ് ചെയ്താൽ എന്തിനു സാധിക്കും എന്നർത്ഥം, എവല്യൂഷന്, മാറ്റങ്ങൾക്കും ഡെവലപ്മെൻറ്റുകൾക്കും സാധിക്കും എന്നുള്ളതാണ്. The formalist literary theory views literature primarily as a specialized use of language. The formalist literary theory അവരുടെ കാഴ്ചപ്പാടിൽ ലിറ്ററേച്ചർ primarily as a specialized use of language ആണ്. എന്ന് പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രാഥമികമായിട്ടും ആസ് എ സ്പെഷ്യലൈസ്ഡ് യൂസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ പ്രത്യേകമായ പ്രയോഗങ്ങളാണ്. It proposes a fundamental opposition between the literary use of language and the ordinary practical use of language. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫണ്ടമെൻ്റൽ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനിടയിൽ, ദ ലിറ്റററി യൂസ് ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയെ നല്ല സാഹിത്യ രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെയും ആൻഡ് ദ ഓർഡിനറി പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷ, മനുഷ്യൻ്റെ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെയും ഇടയിൽ നല്ല വ്യത്യാസമുണ്ട്. അതിനവർ എതിർക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് പ്രൊപ്പോസ് എ ഫണ്ടമെൻ്റൽ ഓപ്പോസിഷൻ, ഒരു എതിർപ്പ് അവർ മുന്നോട്ട് വെക്കുന്നു ബിറ്റ്വീൻ ദി ലിറ്റററി യൂസ് ഓഫ് ലാംഗ്വേജ്, സാഹിത്യപരമായ ഭാഷയെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെയും ആൻഡ് ദ ഓർഡിനറി പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ്. ഇറ്റ് പ്രൊപ്പോസസ് that the central function of ordinary language is to communicate to auditors a message. അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം, ദ സെൻട്രൽ ഫംഗ്ഷൻ ഓഫ് എ ഓർഡിനറി ലാംഗ്വേജ്, ഒരു സാധാരണ ഭാഷയുടെ സെൻട്രൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഓഡിറ്റേഴ്സ് എ മെസ്സേജ്, ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നു, ഓർ ഇൻഫർമേഷൻ ബൈ റെഫറൻസ് ടു ദ വേൾഡ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയുടെ പുറത്തുള്ള ആ ലോകം, ആ ലോകത്തുള്ള എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് റെഫറൻസ് നൽകിക്കൊണ്ട് അവർക്കൊരു ഇൻഫർമേഷനെ, ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഓർഡിനറി ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻ ഇവർ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇറ്റ് പ്രൊപ്പോസസ് ദാറ്റ് സെൻട്രൽ ഫംഗ്ഷൻ ഓഫ് ഓർഡിനറി ലാംഗ്വേജ്, ഒരു ഓർഡിനറി ലാംഗ്വേജിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള, ഏറ്റവും കേന്ദ്രപരമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഓഡിറ്റേഴ്സിനോട് സംസാരിക്കലാണ്, എ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ, ഒരു മെസ്സേജിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബൈ റെഫറൻസസ് ടു ദ വേൾഡ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ്, എന്തിനോടുകൂടെ, ബൈ റെഫറൻസുകളോടുകൂടി ടു ദ വേൾഡ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ലാംഗ്വേജ്, ആ ഭാഷയുടെ പുറമെയുള്ള ഒരു ലോകം, ആ ലോകത്തെക്കുറിച്ചുള്ള റെഫറൻസുകൾ നൽകിക്കൊണ്ട് എന്നർത്ഥം. ഇൻ കോൺട്രാസ്റ്റ് ഇറ്റ് കൺസീവ്സ് ലിറ്ററേച്ചർ ലാംഗ്വേജ് ടു ബി സെൽഫ് ഫോക്കസ്ഡ്, നേരെ മറിച്ച് ഇറ്റ് കൺസീവ്സ് ലിറ്ററേച്ചർ ലാംഗ്വേജ് ടു ബി സെൽഫ് ഫോക്കസ്ഡ്, അതായത് അത് മനസ്സിലാക്കുന്നത് ലിറ്ററേച്ചർ ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരെ ഓർഡിനറി ലാംഗ്വേജിന് വിരുദ്ധമായിട്ടുള്ള ലിറ്ററേച്ചർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടു ബി സെൽഫ് ഫോക്കസ്ഡ് ആണ് എന്നർത്ഥം. അതിനെ സ്വയം സ്വന്തത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് എന്നാണ്. അക്കോർഡിംഗ് ടു ദ ഫോർമലിസ്റ്റ്സ്, the function of literary language is not to convey information by making extrinsic references. അതായത് ഇവരുടെ അഭിപ്രായത്തിൽ
ഒരു പിന്നെ ലാംഗ്വേജിൻ്റെ ലിറ്റററി ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയല്ല, ടു കൺവേ ഇൻഫർമേഷൻ ബൈ മേക്കിംഗ് എക്സ്ട്രിൻസിക് റെഫറൻസ്, അത് പല ബാഹ്യമായിട്ടുള്ള പല സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ അവർ ആ ഭാഷ നൽകിക്കൊണ്ട് പുറമേ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയല്ല എന്നർത്ഥം. ബട്ട് ടു ഓഫർ ദ റീഡർ എ സ്പെഷ്യൽ മോഡ്, മറിച്ച് ഈ വായനക്കാരന് നൽകാനാണ് എന്തിന്, മോഡ് ഓഫ് എക്സ്പീരിയൻസ് ബൈ ഡ്രോയിങ് അറ്റൻഷൻ ടു ഇറ്റ്സ് ഓൺ ഫോമൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ തന്നെ ഫോമൽ ഫീച്ചേഴ്സിലേക്ക് അവരുടെ അറ്റൻഷനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്, അതിനുള്ളൊരു അനുഭവം നൽകുക മാത്രമാണ് ഒരു ഭാഷ ചെയ്യേണ്ടത് എന്നാണ് ഇവരുടെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ടു ദ ക്വാളിറ്റീസ് ആൻഡ് ഇൻറ്റേർണൽ റിലേഷൻസ് ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സയൻസ് ദംസ്, അതായത് ഭാഷയിലുള്ള ക്വാളിറ്റികളെയും അതിലുള്ള ബന്ധങ്ങളെയും അതിലുള്ള ആലങ്കാരിക ഭംഗികളെയൊക്കെ എന്ത് ചെയ്യുക, വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഭാഷയെ ഉപയോഗിക്കുക, ലിറ്റററി ലാംഗ്വേജ് ചെയ്യുന്നത് എന്നാണ് അവർ ഫോർമലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻഫർമേഷനെ കൺവേ ചെയ്തുകൊണ്ട് ആളുകളെ കൂടുതൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയല്ല ലിറ്റററി ലാംഗ്വേജ്, പകരം ആ ഭാഷയുടെ തന്നെ ആലങ്കാരികതകളെ, അതിൻ്റെ രൂപങ്ങൾ എന്ത് ചെയ്യാൻ, കൂടുതൽ ഫോമൽ ഫീച്ചേഴ്സിലേക്ക് ആളെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പിന്നെ അത് ഉപയോഗിക്കുന്നത് എന്നാണ്, ലിറ്റററി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്ന്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ലിറ്റററി ലാംഗ്വേജ് ആർ കോൾഡ് ലിറ്റററിനെസ്. ഈ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അത് ലിറ്റററി ലാംഗ്വേജിൻ്റെ വ്യത്യസ്തമായ അതിനുണ്ടാകുന്ന വ്യതിരിക്തമായ അതിൻ്റെ ഗുണങ്ങൾ, അതിന് പറയപ്പെടുന്ന പേരാണത് ലിറ്റററിനെസ് എന്ന്. അപ്പോൾ ലിറ്റററിനെസ് എന്ന് എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ലിറ്റററി ലാംഗ്വേജ്, ലിറ്റററി ലാംഗ്വേജിനുണ്ടാകുന്ന ലിറ്റററി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, സാഹിത്യ ഭാഷ, ഒരു കൃതിയിലുണ്ടാകുന്ന ഭാഷ, അതിലുണ്ടാകുന്ന ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ലിറ്റററിനെസ് എന്നറിയപ്പെടുന്നത്. ദ ലിറ്റററിനെസ് ഓഫ് എ വർക്ക് കൺസിസ്റ്റ് ഇൻ ദ മാക്സിമം ഓഫ് ഫോർഗ്രൗണ്ടിങ് ഓഫ് ദ അട്രൻസ്. ഈ ലിറ്റററിനെസ് എന്നുള്ളത് ഒരു വർക്കിൻ്റെ അത് ഉൾക്കൊള്ളുന്നത് എന്തിനാണ്, ദ മാക്സിമം ഓഫ് ഫോർഗ്രൗണ്ടിങ് ഓഫ് ദ അട്രൻസ്, അതായത് അട്രൻസിനെ മാക്സിമം കൊണ്ടുവരിക മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ടു ദ ഫോർഗ്രൗണ്ട് ഈസ് ടു ബ്രിങ് സംതിങ്. ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബ്രിങ് സംതിങ് ഇൻ ടു പ്രൊമിനൻസ്, ഗീവ് പ്രൊമിനൻസ് ഫോർ സംതിങ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ അട്രൻസുകളെ കൊണ്ടുവരിക എന്നർത്ഥം, ചില ഉച്ചാരണങ്ങളെ, ചില വാക്കുകളെ കൊണ്ടുവരിക. ടു മേക്ക് ഇറ്റ് ഡൊമിനൻ്റ് ഇൻ പെർസെപ്ഷൻ, അതായത് പെർസെപ്ഷനിൽ കൂടുതൽ അത് ഡൊമിനൻ്റ് ആക്കി മാറ്റാൻ, വാക്കുകളുടെ പ്രയോഗങ്ങൾ ഒന്നുകൂടെ മാക്സിമം പിന്നെ പ്രൊമിനൻസോട് കൂടി കൊണ്ടുവരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫോർമാലിസം എന്നുള്ളത് പ്രത്യേകിച്ച് കൊണ്ടുവന്ന ഒരു ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗീവ് പ്രൊമിനൻസ് ഫോർ ഇറ്റ്സ് ഫോം എന്നർത്ഥം, അതിൻ്റെ ഫോമിന്, അതിൻ്റെ രൂപത്തിന്, അതിൻ്റെ അട്രൻസുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ഫോർമലിസം ഹാസ് ടു ഡിസ്റ്റിങ്റ്റീവ് സ്കൂൾസ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ 2 തരത്തിലുള്ള തലങ്ങൾ അവർക്കുണ്ട്. ഏതൊക്കെയാണ്, റഷ്യൻ ഫോർമലിസം ഉണ്ട്, വിച്ച് വാസ് ദ ഫസ്റ്റ് മൂവ്മെൻറ്റ്, അതായിരുന്നു ആദ്യത്തേത്. ആൻഡ് ഇറ്റ്സ് ആംഗ്ലോ അമേരിക്കൻ വേർഷൻ, ബെറ്റർ നോൺ ആസ് ന്യൂ ക്രിറ്റിസം എന്നുള്ള മറ്റൊന്നുണ്ട്. 2 ഫോർമലിസം, 2 ഡിസ്റ്റിങ്റ്റീവ് സ്കൂൾസ് അതിന് വന്നിട്ടുണ്ട്. ഏതൊക്കെ, റഷ്യൻ ഫോർമലിസവും ന്യൂ ക്രിറ്റിസവും. റഷ്യൻ ഫോർമലിസം റെഫേഴ്സ് primarily to the work of Society for the Study of Poetical Language founded in 1916. റഷ്യൻ ഫോർമാലിസം എന്നുള്ളത് പ്രത്യേകിച്ചും സൂചിപ്പിക്കുന്നത് ദ വർക്ക് ഓഫ് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക്കൽ ലാംഗ്വേജ് എന്നുള്ള ഒരു കൃതി, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക്കൽ ലാംഗ്വേജ് എന്ന ആ കൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് 1916 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സ്ഥാപിക്കപ്പെട്ട സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ദെൻ പെട്രോഗ്രാഡ് ബൈ ബോറിസ് ഐഖൻബോം, Victor Shklovsky and Yuri Tuninov, and secondarily to the Moscow Linguistic Circle. അതായത് ഇപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞത് ഈ പറഞ്ഞ ആളുകളാണ്. ആരൊക്കെ, ബോറിസ് ഐഖൻബോമും വിക്ടർ ഷ്ലോവ്സ്കി അതേപോലെ യൂറി ടിനിനോവ്, അവരാണ് എന്ത് ചെയ്തത് ആദ്യത്തെ ആ ഒരു റഷ്യൻ ഫോർമലിസം എന്നുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത്. സെക്കൻഡർലി ടു ദ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ഫൗണ്ടഡ്, രണ്ടാമതായത് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്നുള്ള ആ ഒരു ഫൗണ്ടേഷൻ, ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഇൻ 1914 ബൈ റോമൻ ജാക്കബ്സൺ, രണ്ടാമത് സ്ഥാപിച്ചത് റോമൻ ജാക്കബ്. Eichenbaum's 1926 essay, The Theory of Formal Method, provides an economical overview of the approach. എക്കൻബോമിൻ്റെ 1926 എഴുതപ്പെട്ട എസ്സേ ദ തിയറി ഓഫ് ഫോർമൽ മെത്തേഡ് എന്ന് പറയപ്പെടുന്ന എസ്സേ പ്രൊവൈഡ്സ് ആൻ എക്കണോമിക്കൽ ഓവർവ്യൂ. ഇറ്റ് പ്രൊവൈഡ്സ് എ എക്കണോമിക്കൽ മീൻസ് ഒരു ബാലൻസ്ഡ് ഓവർവ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അത് നൽകുന്നുണ്ട്, ഓഫ് അപ്രോച്ച് ദ ഫോർമലിസ്റ്റ്സ് അഡ്വക്കേറ്റ്. ഫോർമലിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ആ ഒരു അപ്രോച്ചിൻ്റെ ഒരു ഓവർവ്യൂ അത് തരുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്, ആ അപ്രോച്ചിൽ
ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തുള്ള ഫോളോയിങ് ബേസിക് ഐഡിയാസ്. താഴെ കൊടുത്ത ആശയങ്ങളാണ് ആ ഒരു ഫോർമലിസ്റ്റുകളുടെ അപ്രോച്ചിലുള്ള പ്രധാന ആശയങ്ങൾ. ആ ഐഡിയാസാണ് താഴെ പറയുന്നത്. The first one, the aim to produce a science of literature that would be both independent and factual. അതിൻ്റെ ലക്ഷ്യം, ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത് ഈസ് ടു പ്രൊഡ്യൂസ്. അതിൻ്റെ ലക്ഷ്യം, ഒരു സാഹിത്യകൃതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് എ സയൻസ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ ഒരു ശാസ്ത്രം, സാഹിത്യശാസ്ത്രം സൃഷ്ടിക്കാൻ. ദാറ്റ് വുഡ് ബി ബോത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫാക്ച്വൽ. അത് എങ്ങനെയുള്ളതായിരിക്കാം? സ്വതന്ത്രവും അതേ സമയത്ത് ഫാക്ച്വൽ, ബേസ്ഡ് ഓൺ ഫാക്ട്സ്, വസ്തുതാപരമായിട്ടുള്ള ഒരു സാഹിത്യത്തെ, എങ്ങനെയുള്ള സാഹിത്യം, സയൻസ് ഓഫ് ലിറ്ററേച്ചർ, അത് നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതാണ് ഒന്നാമത്തെ ആശയം, അതിൽ മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ഫസ്റ്റ് വൺ, ദ എയിം ഈസ് ടു പ്രൊഡ്യൂസ് എ സയൻസ് ഓഫ് ലിറ്ററേച്ചർ. ഒരു സയൻസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഒരു സാഹിത്യശാസ്ത്രം നിർമ്മിക്കുക. ദാറ്റ് വുഡ് ബി ബോത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതേസമയത്ത് ഫാക്ച്വൽ ആണ്. സെക്കൻഡ് വൺ, സിൻസ് ലിറ്ററേച്ചർ ഈസ് മെയ്ഡ് ഓഫ് ലാംഗ്വേജ്. സാഹിത്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ്? ഭാഷ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് വിൽ ബി എ ഫൗണ്ടേഷണൽ എലമെൻറ്റ്. ലിംഗ്വിസ്റ്റുകൾ, ഭാഷാ ശാസ്ത്രജ്ഞർ, അതിൻ്റെ ഉപജ്ഞാതാക്കൾ, വിൽ ബി ദ ഫൗണ്ടേഷണൽ എലമെൻറ്റ് ഓഫ് ദ സയൻസ് ഓഫ് ലിറ്ററേച്ചർ. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ എലമെൻറ്റ്, അടിസ്ഥാനപരമായ എലമെൻറ്റുകൾ ആരായിത്തീരും? ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റുകളായിത്തീരും എന്നതാണ്. ഭാഷാ വിജ്ഞാനികൾ, ഭാഷാ ശാസ്ത്രജ്ഞരായിത്തീരും ഇതിൻ്റെ ഫൗണ്ടേഷണൽ എലമെൻറ്റ് എന്നുള്ള രണ്ടാമത്തെ ഒരാശയം അതിലവർ മുന്നോട്ട് വെക്കുന്നു. ദ തേർഡ് വൺ, ലിറ്ററേച്ചർ ഈസ് ഓട്ടോണമസ് ഫ്രം എക്സ്റ്റേണൽ കണ്ടീഷൻസ്. സാഹിത്യം എന്ന് പറയുന്നത് മറ്റുള്ള ബാഹ്യപരമായ കണ്ടീഷനുകളിൽ നിന്നെല്ലാം എന്താണ്? സ്വതന്ത്രമാണ്. അതിന് സ്വതന്ത്രമായ ആ ഒരു ആധിപത്യത്തോടു കൂടി പോകുന്നതാണ്. ഇൻ ദി സെൻസ് ദാറ്റ്, ഏതർത്ഥത്തിൽ? ലിറ്റററി ലാംഗ്വേജ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ്. ഒരു സാഹിത്യ ഭാഷ എന്ന് പറയുമ്പോൾ ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഓർഡിനറി യൂസ് ഓഫ് ലാംഗ്വേജ്. സാധാരണ ഭാഷാ പ്രയോഗങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമാണ് എന്നുള്ള അർത്ഥത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ കണ്ടീഷനുകളിൽ നിന്നെല്ലാം സ്വതന്ത്രമാണ്. ഒരിക്കലും എക്സ്റ്റേണൽ കണ്ടീഷൻസ് അതിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. നോട്ട് ലീസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എൻ്റർലി കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് വെറും എന്തല്ല? നോട്ട് എൻ്റർലി കമ്മ്യൂണിക്കേറ്റീവ് അല്ല. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓട്ടോണമസ് ആണ് ഫ്രം എക്സ്റ്റേണൽ കണ്ടീഷൻസ്. അതായത് എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബാഹ്യപരമായ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അത് സ്വതന്ത്രമാണ്. ഏതർത്ഥത്തിൽ? അത് ലിറ്റററി ലാംഗ്വേജ് അതിൽ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. നാലാമതായി പറയുന്നത് ലിറ്ററേച്ചർ ഹാസ് ഇറ്റ്സ് ഹിസ്റ്ററി. ലിറ്ററേച്ചറിന് എന്തുണ്ട്? അതിൻ്റേതായ ചരിത്രമുണ്ട്. എ ഹിസ്റ്ററി ഓഫ് ഇന്നൊവേഷൻ, ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ്. ഒരു ഇന്നൊവേഷൻ്റേതായിട്ടുള്ള ഒരു ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഇന്നൊവേഷൻ, പുതിയ കണ്ടെത്തലുകളുടെ, ഇൻഫോർമൽ സ്ട്രക്ചേഴ്സിൻ്റെ പുതിയ കണ്ടെത്തലുകൾ. ആൻഡ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹിസ്റ്ററി. ഒരിക്കലും എന്തിനെ സ്വാധീനമില്ല? എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽ, സാധാരണ ചരിത്രത്തിൻ്റെ ഒരിക്കലും അതിൻ്റെ ഡിറ്റർമിനേഷനോട് കൂടിയല്ലാത്ത ഒരു ഹിസ്റ്ററി എന്തിനുണ്ട്? സാഹിത്യത്തിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരാശയം. അപ്പോൾ ലിറ്ററേച്ചർ ഹാസ് ഇറ്റ്സ് ഹിസ്റ്ററി. സാഹിത്യത്തിന് അതിൻ്റേതായൊരു ചരിത്രമുണ്ട്. എ ഹിസ്റ്ററി ഓഫ് ഇന്നൊവേഷൻ, ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ്. ഒരു ഇന്നൊവേഷൻ്റേതായിട്ടുള്ളൊരു ചരിത്രം, ഇൻഫോർമൽ സ്ട്രക്ചേഴ്സിൻ്റെ ഇന്നൊവേഷനുകളുടെ ഒരു ചരിത്രം അതിനുണ്ട് എന്നർത്ഥം. ഒരിക്കലും ഡിറ്റർമൈൻഡ് അല്ല ബൈ എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹിസ്റ്ററി. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്, ആശയങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? ഈ ഫോർമലിസം എന്നുള്ള ആ ഒരു ആശയത്തിൽ അതിൻ്റെ ദ തിയറി ഓഫ് ദ ഫോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞ കൃതിയിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത്. വാട്ട് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ സേസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഹൗ ദ ലിറ്റററി വർക്ക് സേസ് ഇറ്റ്. ഒരു ലിറ്റററി വർക്ക് പറയുന്ന കാര്യം അതെന്താവട്ടെ, കനോട്ട് ബി സെപ്പറേറ്റഡ്, അത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല എന്തിൽ നിന്ന്? ഫ്രം ഹൗ ദ ലിറ്റററി വർക്ക് സേസ് ഇറ്റ്. എങ്ങനെ അത് പറയുന്നു എന്നതിൽ നിന്ന് അതെന്ത് പറയുന്നു എന്നതിനെ വേർതിരിക്കാൻ പറ്റില്ല. ആൻഡ് ദെർഫോർ ദ ഫോം ആൻഡ് ദ സ്ട്രക്ചർ, അതിൻ്റെ ഫോമും അതിൻ്റെ സ്ട്രക്ചറും ഓഫ് എ വർക്ക് ഫാർ ഫ്രം ബീങ് മിയർലി ദ ഡെക്കറേറ്റീവ്. അതെന്താണ്? വിദൂരമാണ് എന്തിൽ നിന്ന്? മിയർലി ഡെക്കറേറ്റീവ് റാപ്പിംഗ് ഓഫ് ദ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റിനെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ പൊതിയുന്നതിന് പകരം ഈസ് ഇൻ ഫാക്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കണ്ടൻറ്റ് ഓഫ് ദ വർക്ക്. ആ ഫോം എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻറ്റഗ്രൽ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വർക്ക് ഭാഗമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഫോം എന്ന് പറയുന്നത് ഒരിക്കലും അതിനും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിക്കാൻ പറ്റില്ല. അത് ഏറ്റവും ഒരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എ വർക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് ഫോർമലിസം എന്ന് പറയുന്നത് കൂടുതൽ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ വർക്ക്, അതിന് കൂടുതൽ പ്രൊമിനൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു സിദ്ധാന്തം.
ഫോം ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു കൃതി എഴുതപ്പെട്ടുള്ള രൂപം അതിൻ്റെ ഭാഷാപരമായ ആലങ്കാരികതകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തല്ല കൂടുതൽ ഫോക്കസ് എന്തിലേക്കില്ല എന്നർത്ഥം, കണ്ടൻറ്റ് എന്നതിലേക്ക് ഇല്ലാതെ അത്തരം ഒരു സിദ്ധാന്തമാണ് ഇത് ഫോർമലിസം എന്ന് പറയുന്ന ഈ പറഞ്ഞ സിദ്ധാന്തം എന്നുള്ള പ്രത്യേകിച്ച് നോട്ട് ചെയ്യാം.